ഡോക്ടറെ, ഈ മുടി വളരാൻ PRP നല്ലതാണോ? മുടി വളരാൻ മാത്രമല്ല, PRP കൊണ്ട് വളരെ ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. ഹെയർ ഗ്രോത്തിന് യൂസ് ചെയ്യാം, സ്കിൻ ഗ്ലോ കൂട്ടാൻ യൂസ് ചെയ്യാം, റിങ്കിൾസ് മാറ്റാൻ ഉപയോഗിക്കാം, ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് യൂട്രസിനകത്ത് ലൈനിങ് തിക്നെസ് കൂട്ടാൻ ഉപയോഗിക്കാം, അണ്ടാശയത്തിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ, അതായത് ഇപ്പം ലോ AMH ഉള്ളവർ, അണ്ടാശയത്തിന് ശക്തി കുറവുള്ളവർക്ക് അത് കൂട്ടാൻ ഉപയോഗിക്കാം, ജോയിന്റ് പെയിൻ യൂസ് ചെയ്യാം. ഇങ്ങനെ ഒത്തിരി ഉപയോഗങ്ങൾ PRPക്ക് ഉണ്ട്. ആണ്. അപ്പൊ PRPയുടെ ഒരു അടുത്തൊരു വേർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? PRP എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, അറിയാമല്ലോ, നമ്മുടെ ബ്ലഡിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു സാധനമാണ് PRP. ഇതിന്റെ അടുത്ത വർഷം കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് സ്റ്റെം സെൽസ്. സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ സെല്ല്, ഏത് സെല്ല് വേണമെങ്കിലും ആയി മാറാം. ലൈക്ക് സ്കിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടോ മസിലോ ഏത് സെല്ല് വേണമെങ്കിലും ആയി മാറാൻ കഴിവുള്ള സെല്ലുകളാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റെം സെൽസ് നമുക്ക് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ നമ്മുടെ ഫാറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക്, നമ്മുടെ ലോവർ അബ്ഡമൻ, തൈസ്, കൈ, ഇവിടെ എല്ലാം കൊഴുപ്പ് അടിച്ചിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഫാറ്റ് നമുക്ക് എടുത്തിട്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മൈക്രോ ഫാറ്റ്, നാനോ ഫാറ്റ്, മാക്രോ ഫാറ്റ്, ഇങ്ങനെ പല ലെവലിലുള്ള ഫാറ്റായിട്ട് മാറ്റാം. ഈ ഫാറ്റിന് നമുക്ക് റീജനറേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഈ ഒരു ഫീൽഡ് ഓഫ് മെഡിസിനെയാണ് റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത്. അത് ശരി. അപ്പോൾ ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നത്? ഈ പറഞ്ഞ ഈ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഫേസ് ഷൈൻ ചെയ്യാൻ കൂടുതൽ ഹീലിംഗ് ആവശ്യമുള്ള സ്ഥലങ്ങൾ, ലൈക്ക് സ്കാർ, ഇപ്പം ഓൾഡ് സ്കാർ ഹീലിങ്ങിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ടിഷ്യൂ ഹീലിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. ഫേസ് കുറച്ചുകൂടെ ഗ്ലോ വരുത്താൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇതിനൊക്കെയാണ് കൂടുതലും ഈ ഫാറ്റ് കൊണ്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ മൈനർ ഡിഗ്രി ഓഫ് ഹീലിങ്ങിന് വേണ്ടിയാണ് നമ്മൾ PRP യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡോക്ടറെ, ഇപ്പോൾ PRP, സ്റ്റെം സെൽ തെറാപ്പി, ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മറ്റെന്താ കാര്യങ്ങളാണുള്ളത്? റീജനറേറ്റീവ് മെഡിസിനിൽ വരുന്ന കാര്യങ്ങളിൽ PRP കൂടാതെ എക്സോസോംസ്, സെക്രിറ്റോസോംസ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ആക്ടിവേറ്റഡ് PRP എന്ന് പറയുന്നതാണ് ഈ എക്സോസോംസ് എന്ന് പറയുന്നത്. സെൽ ടു സെൽ മെസ്സഞ്ചേഴ്സ് ആണ്. അതുപോലെ തന്നെയാണ് സ്റ്റെം സെൽ തെറാപ്പി. ഇതെല്ലാം നമുക്ക് റീജനറേറ്റീവ് മെഡിസിനിൽ ബോഡി സ്വയം ഹീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് ആണ്. ഡോക്ടർക്ക് എവിടെ നിന്നാണ് ഇതിനോടൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് വന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്നല്ലെങ്കിൽ ഉദ്ദേശിക്കുമ്പോഴത്തേക്കും ആ ഒരു ഫീൽഡിൽ മാത്രം നിൽക്കുന്ന ഒരാൾ എന്നുള്ളതല്ലേ? അതിനപ്പുറത്തേക്ക് ഇത്രയും വൈഡായിട്ട് ഈ ഒരു ഇൻട്രസ്റ്റ് വന്നത് എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു ഗൈനക്കോളജിയിൽ തന്നെ ഒത്തിരി ഡെവലപ്മെൻറ്റ്സ് നമുക്കിപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സബ് സ്പെഷ്യാലിറ്റിയിൽ വരുന്നതാണ് ഈ കോസ്മെറ്റിക് ഗൈനക്കോളജി, റീജനറേറ്റീവ് മെഡിസിൻ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ പോയെന്നേ ഉള്ളൂ. മറ്റ് പല ഡോക്ടേഴ്സിന് ഇത് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് വന്നാൽ മതിയോ? ഞാൻ പഠിക്കാൻ പോയത് നോർത്ത് ഇന്ത്യയിൽ കോഴ്സ് ഉണ്ടായിരുന്നു, ഔട്ട്സൈഡ് ഇന്ത്യ കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്ര ആക്സസിബിലിറ്റി ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് നമ്മുടെ സെൻറ്റർ ഇന്ദിര വെൽനസിൽ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻ കോഴ്സും ഡിപ്ലോമ കോഴ്സുകളും ഇൻ റീജനറേറ്റീവ് മെഡിസിൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ യങ് ബഡ്ഡിങ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഡെഫിനറ്റ്ലി ഈ ഒരു ഫെസിലിറ്റി യൂസ് ചെയ്യാൻ പറ്റും.